തേർഡ് അസാസിനേഷൻ അറ്റംപ്റ്റ് 3 times ഒരു വർഷത്തിൽ നടക്കുമ്പോഴത്തേനും പീസ് ആൾക്കാരെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റേജ്ഡാണ്. ട്രംപ് ആണെങ്കിൽ ഒരു ബോൾ റൂം ഭയങ്കര സെലിബ്രിറ്റീസ് പോലെ ആൾക്കാർക്ക് എല്ലാവർക്കും കൂടെ കോർട്ടിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രപ്പോസൽ ഇവർ ചെയ്തപ്പോൾ വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വർഷങ്ങളായിട്ട് പണം വെച്ചൊരു സാധനമാണ്. അപ്പോൾ അത് പൊളിക്കണം, അത് പൊളിച്ചിട്ടാണ് അവിടെ പണിയാൻ, അതും അതിൻ്റെ ഒരു വിങ് സൈഡിൽ ഇത് ചെയ്യണം. അതിപ്പോൾ പറ്റില്ല എന്നുള്ള രീതിയിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഇവർക്ക് കുറെ കൂടെ പറയാൻ എളുപ്പമായിരിക്കും. കാരണം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ വന്നു കൂടുന്ന ഒരു മീറ്റിംഗ് ഇതുപോലെ ഒരു ഹോളിലൊക്കെ വെച്ച് നടത്തുമ്പോൾ ഇതുപോലുള്ള അറ്റംപ്റ്റ്സ് ഇനി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. റിപ്പബ്ലിക്കൻസ് എല്ലാം കൂടെ ഒറ്റയടിക്ക് നേരത്തെ ട്വീറ്റ് ചെയ്തേക്കുക. ഇതുകൊണ്ടാണ് ഞങ്ങൾ ബോൾ റൂം വേണമെന്ന് പറഞ്ഞാൽ ബോൾ റൂം ഞങ്ങൾക്ക് എന്തായാലും വേണം. സോ ഗൈസ്, വെൽക്കം ബാക്ക്. എപ്പിസോഡ് നമ്പർ 16 കട്ടൻ ചായ ഡബിൾ ഡബിൾ പോഡ്കാസ്റ്റിൻ്റെ ഇന്നത്തെ ലൈവ്. ഇന്ന് നമ്മൾ ലൈവ് സാധാരണ സാറ്റർഡേ വരാൻ പറ്റില്ല, കാര്യം കുറച്ച് മെഡിക്കൽ എമർജൻസി ആയതുകൊണ്ട് മാത്രമല്ലേ നമ്മൾ കൺസിസ്റ്റൻ്റ് ആ സമയത്ത് തന്നെ ചെയ്യാൻ നോക്കാറുണ്ട്. നമുക്ക് ആ ഒരു കൺസിസ്റ്റൻ്റ് ടൈമുണ്ട്. ബട്ട് ദെൻ യെസ്, കുറച്ച് സംഭവം വന്നുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ബീങ് സെഡ്, എപ്പിസോഡ് നമ്പർ 16 വി ആർ ഒഫീഷ്യലി ലൈവ്. സോ ഫസ്റ്റ് ടോപ്പിക്ക് ട്രംപിൻ്റെ തേർഡ് അസാസിനേഷൻ അറ്റംപ്റ്റ്. സോ പുള്ളി ഇലക്ഷൻ റൺ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം പുള്ളിയുടെ ഒരു ബട്ട്ലർ പെൻസിൽവേനിയയിൽ നടന്നിട്ടുള്ള ആ ഒരു ഷൂട്ടിങ്, അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു സമയത്ത് ഏതൊരു പുള്ളി എനിക്കൊന്ന് ഇതിലേക്ക് വൈറ്റ് ഹൗസിലേക്ക് കടക്കാൻ നോക്കിയ സംഭവം അത് ഒരു അറ്റംപ്റ്റ് ആയിരുന്നില്ല. പുള്ളിനെ ജസ്റ്റ് ബ്ലോക്കൊക്കെ ചെയ്ത് കടത്തി വിട്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ബട്ട് ദെൻ മൂന്നാമത്തെ ഷൂട്ടിംഗ് അറ്റംപ്റ്റ് പുള്ളി വീണ്ടും ഫയർ ചെയ്തു. എന്നിട്ട് അതിൻ്റെ വീഡിയോ സംഭവമൊക്കെ ഓൺലൈനിൽ എത്ര നോക്കിയാലും കിട്ടും. അപ്പോൾ അതാണ് ഈ ഒരു ടോപ്പിക്. അപ്പോൾ ഇത് സോ 3 times ഒരു വർഷത്തിൽ നടക്കുമ്പോഴത്തേനും പിന്നെ ഒബീസ് ആൾക്കാരെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റേജ്ഡാണോ, ഏതിൽ സംഭവം നടക്കുമ്പോൾ വീണ്ടും ഒരു ഷൂട്ടിംഗ് നടന്നു എന്നൊക്കെ പറഞ്ഞ് വരുന്നതാണോ എന്നുള്ള സംഭവം ആൾക്കാർ സംസാരിച്ചു തുടങ്ങും. സോ നീ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ എത്രയും മൂന്നാമത്തെ അറ്റംപ്റ്റാണ് ഈ സംഭവം വരുന്നത് തന്നെ. സോ ഈവൻ നമ്മൾ ആ വീഡിയോ കാര്യങ്ങൾ കാണുവാണെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് തോന്നും ഓക്കെ ഇത് സ്റ്റേജ്ഡ് ആണോ എന്നുള്ള സെറ്റപ്പ്. പിന്നെ വേറൊരു ഇത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ഞാൻ കുറച്ച് നോക്കിയപ്പോൾ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് ആണെങ്കിൽ ഒരു ബോൾ റൂം, ഈ ഭയങ്കര സെലിബ്രിറ്റീസ് പോലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും കൂടെ കൂടാൻ വേണ്ടിയുള്ളൊരു റൂമിന് വേണ്ടി കോർട്ടിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ആ കേസിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വൈറ്റ് ഹൗസിൻ്റെ ഒരു വെസ്റ്റ് സൈഡ് ഫുൾ ഇടിച്ച് കളഞ്ഞ് അവിടെ ഒരു ബോൾ റൂം പോലെ ഇതുപോലെ ഭയങ്കര വലിയ ഫങ്ഷൻസ് എല്ലാം നടത്തണം. അത് വൈറ്റ് ഹൗസ് തന്നെ ചെയ്യണം. സോ അപ്പോൾ അങ്ങനെ ഒരു പ്രപ്പോസൽ ഇവർ ചെയ്തപ്പോൾ വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വർഷങ്ങളായിട്ട് പണം വെച്ചൊരു സാധനമാണ്. സോ അപ്പോൾ അത് പൊളിക്കണം, അത് പൊളിച്ചിട്ട് വേണം അവിടെ പണിയാൻ, അതും അതിൻ്റെ ഒരു വിങ് സൈഡിൽ ഇത് ചെയ്യണം. അതിപ്പോൾ പറ്റില്ല എന്നുള്ള രീതിയിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. സോ അപ്പം ഇങ്ങനെ ഒരു സംഭവം കൂടെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു അവരിത് പുഷ് ചെയ്യും മാക്സിമം. ഇതുപോലുള്ള പരിപാടികളും കാരണമല്ല വൈറ്റ് ഹൗസ് വെച്ച് തന്നെ നടത്താം. സോ അതാകുമ്പോൾ കുറേ കൂടെ സെക്യൂർ ആവും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. സോ അപ്പോൾ ഇതിന് മുന്നേ ഇവർ പുഷ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. സോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഇവർക്ക് കുറേ കൂടെ പറയാനും എളുപ്പമായിരിക്കും. കാരണം ഇതുപോലുള്ള ഒരു വലിയ എന്താ പറയുക ഗ്ലോബലി ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ വന്നു കൂടുന്ന ഒരു മീറ്റിംഗ് ഇതുപോലെ ഒരു ഹോളിലൊക്കെ വെച്ച് നടത്തുമ്പോൾ ഇതുപോലുള്ള അറ്റംപ്റ്റ്സ് ഇനിയും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കമ്പയർ ടു ഇത് വൈറ്റ് ഹൗസിൽ വെച്ചാണ് നടക്കുന്നതെങ്കിൽ കുറേ കൂടെ എന്താ പറയുക കൺട്രോൾഡ് ആയിരിക്കും. അങ്ങനെയുള്ളൊരു കേസ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. സോ അപ്പം എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ന്യൂസിനെ കുറിച്ച് അറിയായിരുന്നു. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും. സോ ഇനിയിപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് എന്തുമാത്രം സ്റ്റേജ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു അജണ്ട പുഷ് ചെയ്യാൻ വേണ്ടിയാണോ ഈ ഒരു സംഭവം കാരണം നമ്മുടെ ബോൾ റൂമിൻ്റെ സംഭവം അത് ഹെൽപ്പ് ചെയ്ത പുള്ളിനെ? ഹെൽപ്പ് ചെയ്യുന്നല്ല, ഹെൽപ്പ് ചെയ്തേക്കാം. കാരണം ഇത്ര നാൾ അവർക്ക് പറയാനൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇതും ബോൾ റൂമുമായിട്ട് വലിയ റിലേഷൻ ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നീ പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഇത് ബോൾ റൂം ഇല്ലാത്തതുകൊണ്ട് അവരങ്ങനെ പോയി ചെയ്തു. പക്ഷെ പുള്ളി നേരത്തെ തൊട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു സംഭവം വൈറ്റ് ഹൗസിന് വേണം. കാരണം ഇത്രയും വലിയ സെലിബ്രിറ്റീസും ഇത്രയും വലിയ എന്താ പറയുക പൊളിറ്റിക്കൽ ആൾക്കാരും ഇൻഫ്ലുവൻസുള്ള ആൾക്കാരും വരുന്നതാണ്. സോ അപ്പോൾ അവർക്ക് വേറെ എന്ത് സെക്യൂരിറ്റിയാണ് കൊടുക്കുന്നത്? ഇതാകുമ്പോൾ വൈറ്റ് ഹൗസിലാകുമ്പോഴത്തേക്ക് അവർക്ക് ഫുള്ളി പറയാം, അതായത് ഇവിടെയാണ് സംഭവം നടക്കുന്നത്, എല്ലാവരും കൂടി ഇങ്ങോട്ട് പോവുക. അപ്പോൾ ആ ഒരു സംഭവമാണ് എനിക്ക് തോന്നുന്നു ഇവർ പുഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതൊരു പുഷ് ചെയ്തു ഓൾറെഡി. ഇത് ഷൂട്ടിംഗ് പുഷ് ചെയ്യുന്നത് നേരത്തെ നടന്നുകൊണ്ടിരുന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ അവർക്ക് കുറേ കൂടെ ആദ്യം അവർ ഇതിന്റെ പണി തുടങ്ങി, അതുകൊണ്ട് സുപ്രീം കോടതി അല്ലല്ല പണി തുടങ്ങിയത് അത് ഇതിനു വേണ്ടിയുള്ള പണിയല്ല, ബോൾ റൂമിന് വേണ്ടിയുള്ള പണി തുടങ്ങിയായിരുന്നു. അവർ പറഞ്ഞ ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിങ് പൊളിക്കണം, അവിടെ വേറെന്തോ അത് തുടങ്ങി. അത് കഴിഞ്ഞ് അത് ബോൾ റൂം സുപ്രീം കോടതി അത് നിർത്തി. സുപ്രീം കോടതി പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞ് നിർത്തി. പിന്നെ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പം എന്തോ എല്ലാവരും നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച പോലെ ഈ റിപ്പബ്ലിക്കൻസ് എല്ലാം കൂടെ ഒറ്റയടിക്ക് നേരത്തെ ട്വീറ്റ് ചെയ്തേക്കുക. ഇതുകൊണ്ടാണ് ഞങ്ങൾ ബോൾ റൂം വേണമെന്ന് പറഞ്ഞാൽ ബോൾ റൂം ഞങ്ങൾക്ക് എന്തായാലും വേണം, പ്രസിഡന്റിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. പുള്ളിയാണെങ്കിലും ഇത് കഴിഞ്ഞിട്ടൊരു ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടൊരു ബ്രീഫിംഗ് വന്നപ്പം വെടിവെപ്പിനെ പറ്റി പറഞ്ഞിട്ടില്ല, പുള്ളിയുടെ ഹെൽത്തിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. പുള്ളി ആദ്യം പറഞ്ഞു തുടങ്ങിയത് തന്നെ ബോൾ റൂം നമുക്ക് വേണം എന്ന് പറഞ്ഞ പുള്ളി തുടങ്ങിയത്. അപ്പോൾ ഇത് എനിക്കൊന്നു ഇത് കഴിഞ്ഞപ്പോൾ ബോൾ റൂമിന് വേണ്ടിയുള്ള ഇതും കൂടെ പുഷായി തുടങ്ങി എന്നുള്ളത് മാത്രമല്ല, ബോൾ അണ്ടർഗ്രൗണ്ടിലേക്കാണ് എന്തോ പണിയുന്നുണ്ട്. ബേസിക്കലി അത് പറഞ്ഞാൽ തുടങ്ങിയത്. അത് അണ്ടർഗ്രൗണ്ടിൽ അവർക്ക് മിലിറ്ററി ഫെസിലിറ്റീസ് പണിയണമെന്ന് പറഞ്ഞാണ് ആ ഒരു വിങ് ഫുൾ അവർ ഇടിച്ച് പൊളിച്ച് പണിയാൻ വേണ്ടി തുടങ്ങിയത്. അപ്പം
അതിപ്പോൾ അണ്ടർഗ്രൗണ്ട് മാത്രമല്ലേ ഉള്ളൂ. സോ അപ്പോൾ അവർ പറയുന്ന അത്ര ഏരിയ മുകളിൽ ചുമ്മാ നടക്കും, അവർ വേറെ ഒന്നും ചെയ്യുന്നില്ല. സോ അപ്പോൾ ഇത്രയും വലിയൊരു സെറ്റപ്പ് അവിടെ പണിയുവാണെങ്കിൽ പരിപാടികളും എല്ലാം അവർക്ക് അവിടെ നടത്താം, അവരുടെ മിലിറ്ററി ഓപ്പറേഷൻസ് എല്ലാം അണ്ടർഗ്രൗണ്ടിൽ നടക്കും. സോ ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞൊരു ഹബ്ബ്, അവിടെ തന്നെ എല്ലാ പരിപാടികളും നടക്കും. സോ അപ്പോൾ ആ ഒരു അജണ്ടയാണ്. അതുവരെ അത് പുറത്ത് വന്നിട്ടില്ലായിരുന്നു. ഈ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോഴാണ് പുള്ളി അത് പുറത്ത് വിടുന്നതും അണ്ടർഗ്രൗണ്ടിലെ കാര്യങ്ങൾ അത് പറയാൻ വെച്ചേക്കുമായിരുന്നു പുള്ളി. അതെ, ഇത്രയും കാലം അന്ന് ആദ്യം അത് ഓക്കെ ആയിരുന്നു, പിന്നെ അത് സുപ്രീം കോടതി നിർത്തി വെച്ചു. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എല്ലാവരും കൂടെ ഇതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രസിഡന്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് എന്തായാലും ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ. പിന്നെ വേറൊരെന്ന് പറഞ്ഞാൽ പുള്ളി ട്രംപാണെങ്കിൽ ആദ്യം പണി തുടങ്ങിയപ്പോൾ പറഞ്ഞത് മൊത്തം ഫണ്ടിങ് പുള്ളിയും പിന്നെ പുള്ളിയുടെ ഫ്രണ്ട്സും കൂടി ഇൻവെസ്റ്റ് ചെയ്യായിരിക്കും, ഫണ്ടിങ് ഫുള്ള് ടാക്സ് പേയേഴ്സിൻ്റെ മണി ഒന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ ഉടനെ പ്ലേറ്റ് മാറ്റി, ഇനി 400 ബില്യൺ ടാക്സ് പെയർ മണിയിൽ നിന്ന് എടുക്കണം, പിന്നെ അത് കൂട്ടി പിന്നെ 1 ബില്യൺ എന്നാണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് അതിന് ബോൾട്ടോമിനെ അനുവദിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യം ബേസിക്കലി പറഞ്ഞു ആരും പേടിക്കേണ്ട, മൊത്തം ഞാൻ നോക്കിക്കൊള്ളത് പറഞ്ഞു. ഇപ്പം സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് തന്നെ ഇതിന് വീണ്ടും പൈസ എടുക്കാൻ പോവാം. എനിക്ക് തോന്നുന്നു ഇപ്പം ആൾക്കാർക്ക് അവിടെ അഫോർഡബിലിറ്റി ഇല്ല, സാധനങ്ങൾ മേടിക്കാൻ ക്യാഷില്ല, ഗ്യാസ് അടിക്കാൻ ക്യാഷില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇത്രയും ലാവിഷ സാധനത്തിൻ്റെ ആവശ്യം, ലാവിഷ് പറഞ്ഞാൽ അൾട്രാ ലാവിഷ് കേട്ടോ, അൾട്രാ ലാവിഷ് 90,000 സ്ക്വയർ ഫീറ്റിലാണ് പണി ഉദ്ദേശിച്ചത്. സോ അതൊരു ആംഗിൾ. സോ മേ ബി ബോൾ റൂം പണിയാനായിട്ട് ഒരു സംഭവം പുഷ് ചെയ്യാൻ വേണ്ടി മേ ബി ഒരു സ്റ്റേജ് ചെയ്തിട്ടുള്ള ഷൂട്ടിങ്. ഈവൻ ഈ ഷൂട്ടർ ആണെങ്കിൽ ഷൂട്ടറിന്റെ ബാക്ക്ഗ്രൗണ്ട് പറയുന്നത് പുള്ളി സയന്റിസ്റ്റ് ആണല്ലേ, പുള്ളി ടീച്ചർ, പുള്ളി ടീച്ചറായിരുന്നു. പുള്ളി പക്ഷേ നാസയിലൊക്കെ എന്തൊക്കെ ഇതിനൊക്കെ പ്രൊജക്ട് ഒക്കെ ചെയ്തു. സോ അപ്പോൾ അതാണ് വേറൊരു കേസ് വരുന്നത്. ഇപ്പോൾ കുറേ നാളായിട്ട് സയന്റിസ്റ്റുകളെ കുറേ കാണാതാവുന്നു, സയന്റിസ്റ്റുകൾ തന്നെ ഐ മീൻ ന്യൂസ് വന്നു കഴിയുമ്പോൾ അവർ മരിച്ചായിട്ട് കാണുന്നു. സോ അപ്പോൾ അതിൻ്റെ പുറകിലും വേറെ എന്തോ ഒരു വലിയ സാധനം നടപ്പുണ്ട്. സോ അതെന്താണെന്ന് ആർക്കും അറിയില്ല. സോ അപ്പോൾ ആ ഒരു ന്യൂസ് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വെടിവെപ്പിൻ്റെ ശ്രമം കൊണ്ട് നടത്തുന്നത്. സോ എന്താണ് ഇവർ ഇതിലൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്നും അങ്ങോട്ടും ക്ലിയർ ആവുന്നില്ല. നിങ്ങൾക്ക് ആർക്കും എന്തെങ്കിലും അത് ഈ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പാണ് പുള്ളിക്ക് അസസിനേഷൻ അറ്റംപ്റ്റ് ഒക്കെ വരുന്നത് കറക്റ്റായിട്ട്. കഴിഞ്ഞ തവണ ഇലക്ഷന് മുമ്പായിരുന്നു, ഇത്തവണ വീണ്ടും കറക്റ്റ് ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ഒരു അറ്റംപ്റ്റ് പോലെ. ഇലക്ഷൻ നവംബറിലല്ലേ? ഇലക്ഷൻ നവംബറിൽ. പക്ഷെ ഇതിപ്പോ മാർച്ചല്ലേ പോയി. അതിൽ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് പുള്ളി മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം പുള്ളിക്ക് ചെയ്യണമെന്ന് പുള്ളി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി നടത്തിയെടുത്താൻ വേണ്ടി പുള്ളി എന്തും ചെയ്യുന്നുള്ളതായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നുന്നു ആദ്യത്തെ അസാസിനേഷൻ അറ്റംപ്റ്റ് ഉണ്ടല്ലോ, അതിനെപ്പറ്റി എനിക്ക് ഒട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാതായിരുന്നു. പറഞ്ഞാൽ ട്രംപിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് പുള്ളി അറിയാവുന്ന ആളാണെങ്കിൽ അറിയാൻ പറ്റും, ഇങ്ങനൊരു അസാസിനേഷൻ അറ്റംപ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ പുള്ളി ഒരു നാഴികയ്ക്ക് 40 തൊട്ട് അതിനെപ്പറ്റി പറഞ്ഞെടുക്കേണ്ട ആളാണ്. എല്ലാ മീറ്റിങ്ങിനും ആയാലും പുള്ളി അതിനെപ്പറ്റിയേ പറയുള്ളൂ. അങ്ങനത്തെ ഒരു സ്വന്തം ഇങ്ങനെ പൊങ്ങി പറയാൻ താല്പര്യമുള്ള ആളാണ്. പക്ഷേ പുള്ളിയാണെങ്കിൽ ആ ആദ്യത്തെ അറ്റംപ്റ്റിനെ പറ്റി മിണ്ടിയിട്ടില്ല. അതിൻ്റെ നമുക്കിവിടെ ആർക്കെങ്കിലും അറിയാം എവിടെ വെച്ച ആളുടെ പേര്? ഇല്ല. അത് എങ്ങനെയോ അത് മുങ്ങിപ്പോയി, അതിനെപ്പറ്റി ആർക്കും ഒരു അറിവില്ല. ആ ഇൻവെസ്റ്റിഗേഷൻ നിന്നുപോയി എല്ലാം. അത് ഭയങ്കര ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം പുള്ളിയുടെ സ്വഭാവം വെച്ചിട്ട് പുള്ളിയാണെങ്കിൽ ദിവസവും അതിനെപ്പറ്റി ഒന്ന് പുറത്തു പറയേണ്ട ആളാണ് പുള്ളിയുടെ സ്വഭാവം വെച്ചിട്ട്. അങ്ങനത്തെ ഒരാളാണ് പുള്ളി. പക്ഷേ ഇതിനെപ്പറ്റി പുള്ളി പുറത്തു വന്ന് പറയുന്നേ ഇല്ല, ഒന്നും പറയാം. 2 ആംഗിളുണ്ട് ആ ഷൂട്ടിങ്ങിന്, ഏറ്റവും ആദ്യത്തെ ഷൂട്ടിങ്ങിന്. അതായത് ഒന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത്ര ഈസി അല്ല ഈ ചെവിക്കോടെ ഇങ്ങനെ ഒരഞ്ഞു പോകുന്ന ഒരു സെറ്റപ്പിൽ വെടിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതും തല ഒരു ലേശം ഇങ്ങോട്ടും മാറുന്ന ഒരു സീനേ ഉള്ളൂ. പറഞ്ഞു പോയിട്ടുണ്ടെന്ന് അറിയുന്നത്. ഇവൻ ഇതാണെങ്കിൽ കൂടി ഈ കക്ഷി തൊട്ടപ്പുറത്ത് പോയിട്ടുണ്ട്. കാരണം ബാക്കിൽ ആർക്കണ്ട വെടി ഉണ്ടായിരുന്നല്ലോ, ആ വെടി വെച്ചതിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്, ബാക്കിൽ ആർക്ക് വെടി കൊണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ കേസിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ വേറൊരു ആംഗിൾ ആ വീഡിയോ കാണിക്കുമ്പോൾ കാണാം ഈ വെടി പൊട്ടുന്നതിന് മുന്നേ തന്നെ സെക്യൂരിറ്റി ഗാർഡ്സും ആൾക്കാരെല്ലാം കൂടെ ഈ ക്യാമറക്കാരെല്ലാം ഒരു ആംഗിൾ കൊണ്ട് നിർത്തുന്നു, കറക്റ്റ് ആംഗിൾ നിർത്തുക. എന്നിട്ട് പുള്ളിയെ എസ്കോർട്ട് ചെയ്തുകൊണ്ട് പോകുമ്പോഴും ഒരു സിഐയുടെ ഒരാൾ വന്നിട്ട് ക്യാമറ ആൾക്കാരെ പിടിച്ചിങ്ങനെ നിർത്തിയേക്കുക. മറ്റേ ഫേമസ് ആയിട്ടുള്ള ഫോട്ടോ എടുക്കാൻ അതെടുക്കുന്ന അങ്ങോട്ട് കൊണ്ടുപോയി യുഎസിന്റെ ഫ്ലാഗ് ഇങ്ങനെ കറക്റ്റ് സമയത്ത് ആ ഒരു ഫ്ലാഗ് കറക്റ്റ് സമയത്ത് താഴ്ന്നു വരുന്നു. അത് കിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തോന്നും, പക്ഷേ ബട്ട് സ്റ്റിൽ ഞാനത് ബിലീവ് ചെയ്യുന്നില്ല സ്റ്റേജിലാണ്. അത് അല്ല സ്റ്റേജ്ഡ് ആണെന്നല്ല, അത് ഫേക്ക് ആണെന്നല്ല പറഞ്ഞത്. ഒരു അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് അത് മനസ്സിലായി, പുള്ളി തട്ടാൻ നോക്കി ആരാന്ന് പുള്ളിക്ക് മനസ്സിലായി. അവരുടെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നില്ല. അതെ, അത് കഴിഞ്ഞപ്പോൾ പുള്ളി കുറച്ചും കൂടെ കെയർഫുൾ ആയി എന്ന് എനിക്ക് തോന്നുന്നു. അയാൾ വരുന്നത് തന്നെ തൊട്ടപ്പുറത്തുള്ള ഹോട്ടൽ റൂമിൽ നിന്ന് എന്തോ ഒരു അവിടെ മൊത്തം മാഗ്നറ്റോമീറ്റർ ഒക്കെ ഉണ്ട്, എന്നിട്ടും കയ്യിൽ ഒരു ഹാൻഡ് ഗണ്ണും കൊണ്ട് സിമ്പിളായിട്ട് നടന്നു കയറിപ്പോയാ. സോ ഇതിന്റെ ഷൂട്ടറിന്റെ പുള്ളി ഒരു ലെറ്റർ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് പുള്ളി എനിക്ക് തോന്നുന്ന എല്ലാ ലൈക്ക് സോഷ്യൽ മീഡിയയിലും എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി മെസ്സേജ് പുറത്ത് വിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യണം, കാണാൻ പറ്റും. പുള്ളി പറഞ്ഞത് എൻ്റെ സക്സസോ ബേസിക്കലി ഇത്ര പറഞ്ഞിട്ടുള്ളൂ. ഈ കറണ്ട് ഷൂട്ടിങ്ങിനാണോ? ഈ കറണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ഷൂട്ടിങ്ങിൽ പുള്ളി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ വന്നപ്പോൾ അതിൻ്റെ ബാഗ് എടുത്ത് വെച്ച ലഗേജ് എടുത്ത് വെച്ച ആൾക്കാർക്കാണെങ്കിലും സോറി. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻവെസ്റ്റിഗേഷൻ വരും എന്നെക്കുറിച്ച് അറിയാനായിട്ട്. ഞാൻ നോ ലോങ്ങർ വില്ലിങ് ടു പെർമിറ്റ് എ പീഡോഫൈൽ റേപ്പിസ്റ്റ് ആൻഡ് ട്രൈറ്റഡ് ടു കോട്ട് മൈ ഹാൻഡ്സ് വിത്ത് ക്രൈം വെൽ ടു ബി ഓണസ്റ്റ് അങ്ങനെ പറഞ്ഞിട്ട് പുള്ളി ആ ഒരു മെസ്സേജ് വായിക്കുമ്പോഴത്തേനും ഓർക്കും ഓക്കെ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരാൾ വിത്ത് ദി കറണ്ട് സിസ്റ്റം. എന്നിട്ട്
ഇത് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് പുള്ളി ചെയ്തതാണെന്ന് നമുക്ക് തോന്നും ആ മെസ്സേജ് വായിക്കുമ്പോഴത്തേനും. അപ്പോൾ അതാണ് ആ ഒരു മെസ്സേജും സംഭവമുള്ള സംഭവം. അതെന്ത് മാത്രം ബിലീവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഈവൻ ചാർലി ക്രിക്കിന്റെ കേസും എനിക്ക് ആ പുള്ളിയെ വെടിവെക്കുന്നതിന് മുന്നേ വെടിവെച്ചെന്ന് പറഞ്ഞ ആള് ഇതുപോലെ എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തു വന്നായിരുന്നു. പക്ഷെ അതെന്തുമാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സോ ഇതവർക്ക് ഇതുപോലെ ഒരു സാധനം ഫാബ്രിക്കേറ്റ് ചെയ്യാൻ അവർക്ക് എന്നാ സമയം വേണം? ഒരു സമയം വേണ്ട. ഇതില് സംഗീതത്തിന്റെ എന്താ ഇതിലെ തോട്ട്സും സംഭവം? ഇത് സ്റ്റേജ്ഡ് ആയിട്ട് തോന്നിയോ സ്റ്റേജ്ഡ് അല്ലയോ അറിയത്തില്ല. എനിക്ക് തോന്നിയത് സ്റ്റേജ്ഡ് ആവാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ബെൻസ്ബായ് പറഞ്ഞ പോലെ തന്നെ ഇത്രയും അറ്റ്ലീസ്റ്റ് പ്രസിഡന്റ് ഒരു രാജ്യത്ത് വരുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ സേഫ്റ്റി ഉണ്ടായിരിക്കണ്ടേ. ഇത് ഒരുത്തൻ കണ്ണുമായിട്ട് അകത്ത് കയറിപ്പോയി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇച്ചിരി പാടാത്. നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിൽ PM പോലും അല്ല, CM വന്നാൽ പോലും നമുക്ക് ആ സ്ഥലത്ത് ഇത്രയും സെക്യൂരിറ്റി ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒരുത്തൻ്റെ കയ്യിൽ ഗണ്ണുണ്ടായിരുന്നിട്ട് അവന് ബിൽഡിങ്ങിൽ കയറി എന്നിട്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് മേളിൽ കയറി ഒളിച്ചിടുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഇത്രയും വലിയ ഷോർട്ട് കണ്ണോ കേട്ടോ, ചെറിയ കണ്ണൊന്നുമല്ല. അത് ഈ ഇപ്പൊ നമ്മൾ ഈ ഷൂട്ടിങ്ങിന്റെ കാര്യമല്ലോ പറഞ്ഞ, പഴയതിന്റെ കാര്യമല്ലോ പറയുന്നത്. അല്ല ഇത് മറ്റേത് പിന്നെ ഗ്രൗണ്ടിലായിരുന്നല്ലോ, ഇതൊരു ബിൽഡിങ്ങിന്റെ അകത്ത്. ആ ബിൽഡിങ് ഫുള്ള് ഇവര് ചെക്ക് ചെയ്യാനുള്ളതിന് ബിൽഡിങ് ചെക്ക് ചെയ്തിട്ടില്ല. എന്നിട്ട് ഒരുത്തൻ്റെ ഗണ്ണുണ്ട്. മെസ്സേജിൽ പുള്ളി പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഇവർ ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നതെന്ന് ഞാൻ ആദ്യം ആലോചിച്ച്. കാര്യം ഞാനൊരു ഗണ്ണ് ഒഴിച്ച് അകത്തേക്ക് കയറി വന്നു, എന്നെ ആരും ഒന്നും തടഞ്ഞു പോലും ഇല്ല. എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടി എന്നെ സ്റ്റേജ് പക്ഷേ ഇത് ഒറിജിനൽ എന്ന് ഉറപ്പാണ്. ഈ മെസ്സേജ് പുള്ളി ആർട്ടിക്കൽ പോസ്റ്റ് ചെയ്തതാണ്, പുള്ളി ഷൂട്ടിങ്ങിന് റൈറ്റ് ബിഫോർ. അത് മാത്രം ഞാൻ ആലോചിക്കേടാ, ഇതിപ്പോൾ ചാർലി കിർക്കിന്റെ ഫ്യൂണറൽ പോലെ എബവ് ലെവൽ 1 സെക്യൂരിറ്റി ലെവലായിരുന്നു. ഇത്രയും VIP കൂടുന്നിടത്ത് എയർപോർട്ട് ലെവൽ സെക്യൂരിറ്റിയാ. അതെന്താ, അത് എന്താ വ്യത്യാസം? എന്താ അങ്ങനെയല്ല, നീ പറഞ്ഞ ശരിയാ. അതെന്താ അങ്ങനെ ഒരു വ്യത്യാസം വരുന്നത്? ഇത് ഇവിടെ അല്ലേ സെക്യൂരിറ്റി കൂടുതൽ വരേണ്ടത്? എന്തുകൊണ്ട് സെക്യൂരിറ്റി പുള്ളി പറയുന്നത്, പുള്ളി കുറച്ച് ദിവസം മുമ്പാണ് ചെക്കിൻ ചെയ്തത്. പക്ഷെ എന്നാലും ഇത്രയും വലിയ ആൾക്കാർ വരുന്ന സ്ഥലത്തിന് എത്ര ദിവസങ്ങൾ, ആഴ്ചകൾ മുമ്പ് വരുന്ന ആൾക്കാർ ചെക്കിൻ ചെയ്യേണ്ടല്ലേ എന്നൊക്കെയാണ് പുള്ളി മെസ്സേജ് ചോദിക്കുന്നത്. പുള്ളിക്ക് ഇവനെ മെസ്സേജ് പറയുന്ന പുള്ളി, എനിക്ക് സ്റ്റിൽ ഡൗട്ടുണ്ട് ഇതെല്ലാം എന്നെ സ്റ്റേ ചെയ്യുന്നതാണെന്ന്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ കിടന്നു വന്ന് കയറി വന്നിട്ട് ഇതുവരെയായിട്ടും എന്നെ ഒരാൾ തൊടാൻ നോക്കിയിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ ഗണ്ണും കൊണ്ട് കടന്നു വന്നു. ഗണ്ണ് എങ്ങനെ പുള്ളി വെച്ചെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നിട്ടും ഇത്രയും സെക്യൂരിറ്റി ഉള്ളിടത്ത് എനിക്ക് ഇതുവരെയായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഇത്ര അണ്ടറിലായിട്ടൊന്നും കാര്യം ഇതുവരെയായിട്ടും പിടിക്കപ്പെട്ടിട്ടില്ല എന്ന്. അങ്ങനെ പുള്ളിയുടെ മെസ്സേജ് അത് വായിക്കും മനസ്സിലാവും. അപ്പോൾ പുള്ളിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല പുള്ളി ഗണ്ണ് വെച്ച് പിടിച്ചില്ലാന്ന്. അല്ല, ഇനി അങ്ങനെ തന്നെ ആണെങ്കിലോ. സോ ബേസിക്കലി ഇങ്ങനെ ഒരാൾ ഗണ്ണും കൊണ്ട് ഇവരറിഞ്ഞു ഇങ്ങനെ ഒരാളുടെ ഗണ്ണുണ്ട്, സെറ്റപ്പ് എല്ലാം അറിഞ്ഞു. എന്നിട്ട് ഇവൻ വെടി പൊട്ടിക്കാൻ വേണ്ടി ഇവർ വെയിറ്റ് ചെയ്തെന്നാണെങ്കിലോ, അതാകുമ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കില്ലേ? പക്ഷെ അത് മാത്രമല്ല, ലൈഫ് റിസ്ക് ചെയ്യുമല്ലേ. ലൈഫ് റിസ്ക് ചെയ്യുന്നില്ല, പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ടല്ലോ. അവരിരുന്ന സ്ഥലത്തോട്ട് കയറി പോയിട്ടില്ല, ഇവൻ പുറത്തുനിന്ന് വെടി വെച്ചു. അത് മാത്രമല്ല, പക്ഷെ ട്രംപ് ആണെങ്കിൽ മറ്റേ ട്രംപിനെ ആദ്യം പിടിച്ചോണ്ട് പോയില്ല അവിടുന്ന്. എന്നിട്ട് പുള്ളി പോയില്ല. പുള്ളി അവിടെ നിൽപ്പുണ്ടായിരുന്നു. പുള്ളി എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കട്ടന്റെ ബാക്ക് കൂടി നോക്കി വെളിയിലോട്ട് നോക്കിക്കുമായിരുന്നു, അകത്തോട്ട് നോക്കിക്കുമായിരുന്നു പുള്ളി. എനിക്കറിയത്തില്ല, പിടിച്ചോണ്ട് പോയിട്ട് പുള്ളി സാധാരണ അവിടുന്ന് രക്ഷപ്പെടല്ലേ വേണ്ടേ, പക്ഷെ പുള്ളി പോയില്ല. പുള്ളി ആണെങ്കിൽ ആ കറണ്ട് ബാക്കി ഇങ്ങനെ നോക്കി അകത്തോട്ട് നോക്കിക്കുമായിരുന്നു. അതൊക്കെ 10 സെക്കൻഡ് JD വാൻസ് അവിടുന്ന് മുങ്ങുകയും ചെയ്തു. അത് ചോദിക്കുന്നുണ്ട്, ആദ്യം ട്രംപിനെ കൊണ്ടുവന്നതിന് വരെ എന്തിനു JD വാൻസിനെ കൊണ്ടുപോയത്? അതെല്ലാം പറഞ്ഞ അതിന് മുമ്പ് കാരലിൻ ലെവിറ്റ് എന്ന് പറഞ്ഞ സെക്രട്ടറി പുള്ളിക്കാരി പറയാം സം ഷോട്ട്സ് വിൽ ബി ഫയർഡ്. പിന്നെ കാരലിൻ ലെവിറ്റിന്റെ ഒരു ഹസ്ബൻഡ് ഉണ്ട്, പുള്ളിക്കാരനെ ആണെങ്കിൽ ഒരു റിപ്പോർട്ടറോട് പറഞ്ഞത്, ലൈക്ക് നിങ്ങളുടെ ന്യൂസൊക്കെ കാണാറുണ്ട് ഞാൻ, നിങ്ങൾ അടിപൊളിയാ എന്തുവാ, ലൈക്ക് പക്ഷെ നിങ്ങൾ സൂക്ഷിക്കണം, ഇന്ന് കുറച്ച് സേഫായിട്ടിരിക്കണം എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തതിന് മുമ്പേ ഫോക്സ് ന്യൂസ് ആയിരുന്നു. പക്ഷെ അവരത് കട്ട് ചെയ്തു, അവരുടെ ബാക്കി പറയാൻ സമ്മതിച്ചില്ല. അപ്പോൾ തന്നെ അവരെ കട്ട് ചെയ്തു. അവരെന്തോ കാര്യമായിട്ട് പറയാൻ വരുമായിരുന്നു. പുള്ളി ട്രംപ് ഇത് കഴിയുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇതുവരെയായിട്ട് ഞാൻ സംസാരിച്ചാൽ ഏറ്റവും നല്ലൊരു സ്പീച്ചായിരുന്നു ഞാൻ കൊടുക്കാൻ വന്നത്. 1 മാസം കണ്ട് ഞങ്ങൾ സ്റ്റിൽ റീസ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അത്രയും അടിപൊളിയായിട്ട് ഞാൻ പറയുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇച്ചിരി ഞാൻ നൈസായിരിക്കും ഉദ്ദേശിക്കുന്നത്, അവരതായിരിക്കും ഉദ്ദേശിച്ചത്. ട്രംപ് എന്തൊക്കെയോ കുറച്ചൊക്കെ അത് വേണമെങ്കിൽ എങ്ങനെയുള്ള ഇന്റർപ്രറ്റ് ചെയ്യാലോ അവർ പറയുന്നത് പറഞ്ഞു പോയി. നീ ഇപ്പോ പുള്ളിക്കാരി 2 ഷോട്ട് അടിക്കുന്ന പറഞ്ഞെങ്കിൽ പുള്ളിയാണെങ്കിൽ അവിടെ നിന്ന് ഉറക്കം തോന്നി ബോറടിച്ചിരിക്കുന്നു. കണ്ടറിയാം, ഞാനത് മേടിച്ച് ബോറടി മാറ്റാൻ വേണ്ടി ചെയ്തല്ലായിരിക്കും, ഇറങ്ങി പോകാൻ വേണ്ടി ചെയ്തത്. അല്ല, പുള്ളി മറ്റേ മാജിക് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൽ 1-2 ആംഗിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഇപ്പം ഇതുപോലെ പറഞ്ഞ പോലെ JD വാൻസ് ആ ഒരു ഷൂട്ടിംഗ് നടന്ന പിന്നെ JD വാൻസ് ആദ്യം തന്നെ പുള്ളിനെ കൊണ്ടുപോയി. പക്ഷെ എനിക്കൊന്ന് ഈ 2 പേർക്കും വേറെ ഇതാണ്, ഏജൻസിയാണ് ഉള്ളത് കൺട്രോൾ ചെയ്യാനായിട്ട്. ട്രംപിൻ്റെ വേറെ സൈഡാണ്, സ്ക്വാഡാണ് അവർ പുള്ളിനെ നോക്കുന്നത്. മറ്റേ JD വാൻസിൻ്റെ വേറെ ഉണ്ട്. ട്രംപിൻ്റെ സ്ക്വാഡിൻ്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വേറെ രീതിയിലാണ് പുള്ളിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയത്. ഒരാൾ ഫ്രണ്ടിൽ വന്ന് കവർ ചെയ്തു, ബാക്കി ഈവൻ ആഫ്റ്റർ അവർക്ക് ആ ഭീതിയും കാര്യങ്ങളൊന്നും എല്ലാവരും ചിരിച്ചോ പാർട്ടി കഴിഞ്ഞ പോലെ ചില്ലായിട്ട്. ആ മറ്റേ ബ്രീഫിങ്ങിന് വന്നപ്പോഴാണെങ്കിലും എല്ലാവരും ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. എല്ലാവരും പറഞ്ഞത് ബോൾ റൂം വേണം. ആകെ കരഞ്ഞുകൊണ്ട് വന്ന ഒരാളെ കണ്ടത് വീട്ടിലെത്തിക്കാവുന്ന ചോദിച്ച് എന്നിട്ട് ഇറങ്ങി നിൽക്കുമായിരുന്നു. പക്ഷേ ഇതിൽ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ ലെറ്റ്സ് ഒറിജിനൽ ആണെങ്കിലും ഒബ്വിയസ്ലി ഒരാൾക്ക് ഒരു വർഷത്തിൽ 3 എണ്ണം വരുമ്പോഴത്തേനും അത് ബാഡ് ലുക്കാണ്.
അപ്പോൾ ഇത് സ്റ്റേജ് ചെയ്യുവാണെങ്കിൽ അവർക്കുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 3 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേനും എല്ലാവരും പറഞ്ഞു തുടങ്ങും ഇത് സ്റ്റേജിലാണെന്ന്. അപ്പോൾ അവർക്ക് തന്നെ ബാഡ് ലുക്കാണ്. സ്റ്റേജിലാണെന്ന് എനിക്ക് തോന്നിയില്ല. ബട്ട് അറ്റ് ദി സെയിം ടൈം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇത്ര അറ്റ് ദിസ് പോയിന്റ് 3 ഷൂട്ടിംഗ് ഒക്കെ ആകുമ്പോഴത്തേനും ആരാണെങ്കിലും പറഞ്ഞു തുടങ്ങും ഫേക്കാണെന്ന് സംഭവം. അപ്പോൾ അത് ആണ് സംഭവങ്ങൾ. പിന്നെ എനിക്ക് തോന്നുന്നത് യുഎസിൻ്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും പോളറൈസിംഗ് ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് ആയിരിക്കും പ്രോബബ്ലി ട്രംപ്. അപ്പോൾ ഒരു പേടി ഐ മീൻ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ വെസ്റ്റോ എന്തെങ്കിലും ഒക്കെ ഇട്ടുകൊണ്ട് വരണ്ടേ? ഐ മീൻ ഒരു പേടിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഇനിയും തൊട്ട് അങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ, ഇത്രയും കാലം കണ്ടില്ലെന്ന് തോന്നുന്നു. ഓൾറെഡി മറ്റേ ഒരു സെക്യൂരിറ്റി ഗാർഡിന് വെടി കിട്ടി. വെസ്റ്റ് ഉണ്ടായതുകൊണ്ടൊന്നും പറ്റില്ല. വെസ്റ്റ് ഉണ്ടായിരുന്നു. അത് പക്ഷേ പോലീസാണ് വെടിവെച്ചത്, അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചത്, അല്ലാതെ ഇയാൾ വെടിവെച്ചല്ല. അതായത് നീ ഇട്ടുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഒരു മാതിരി ചില്ലായിട്ട് ഒരു ഗൺ ഷോട്ട് ഉണ്ടാക്കി എത്ര അലേർട്ട് ആവണം. ഇവരാരും അലേർട്ട് ആവുന്നില്ല. വൈറ്റ് ഹൗസ് ആദ്യം വിട്ട വീഡിയോ ആണെങ്കിൽ ഫുൾ അവർ ആദ്യം ഇറക്കിയ വീഡിയോ കംപ്ലീറ്റ് കാശ് പട്ടേലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അല്ല, കാശ്പേട്ടയില് മേശരടിയിലായിരുന്നു. അത് കഴിഞ്ഞ പുള്ളി മേശരടിയിൽ ജോറോഗനും പോട്ടെ, മറ്റേ പുള്ളി ഉണ്ടല്ലോ ഡാനവൈറ്റ്, അയാളാണെങ്കിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കും. നല്ല രസമുണ്ടായിരുന്നു. ഫേസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു, കൊള്ളാന്നൊക്കെ. ഈവൻ ട്രംപ് ആണെങ്കിലും വെടിപൊട്ടി കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ മുഖം ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടൊരു വീഡിയോ ഉണ്ട്. പുള്ളി ഇതെന്താ ചെറിയൊരു വെടി. ആർക്കും ഒരു ദിവസം എല്ലാവരും കൂടെ കൂളായിട്ടൊക്കെ ഇരിക്കുക. ജെ ഡി വാൻസ് പേടിച്ചിറങ്ങി ഓടുന്നുണ്ടായിരുന്നു. പുള്ളിയോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അതാണ് ചെയ്യേണ്ടത്. തന്നെ ചില ആൾക്കാർ ട്രംപ് അങ്ങനെ ഡാനാവൈറ്റിനെ ഇത് പുതിയ സംഭവം ഒന്നുമല്ല. പുള്ളി 4 തോക്കും തൂക്കാണ് നടക്കുന്നത്. പുള്ളി ഇവൻ അത് ഇന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പുള്ളി ആദ്യം ആൾക്കാർ മീഡിയോട് നോക്കിയിട്ട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുള്ള് കണ്ടിട്ടുണ്ട്. ഇവൻ പറഞ്ഞ പോലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, സംഭവം സീനാണ്, അടിപൊളിയാണ്. ഞാൻ കുനിഞ്ഞ് നോക്കില്ല, ഞാൻ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു. കാരണം എനിക്കൊന്ന് പുള്ളിക്ക് അറിയാം. കാര്യം ഒബ്വിയസ്ലി ഇപ്പോൾ അവിടെ നിന്ന് ഒരു വീഡിയോ പൊട്ടിയാലും ലേയേഴ്സ് ഓഫ് സെക്യൂരിറ്റി അത് കഴിഞ്ഞിട്ടുണ്ട്. ചുമ്മാ കടന്നു വരാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് വേറെ ലേയേഴ്സ് ഉണ്ട്, ഇവിടെ കവർ ചെയ്യാൻ ആൾക്കാരുണ്ട്. അപ്പോൾ അതാണ് സംഭവം. സോ ദാറ്റ് ബീങ് സെഡ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റ് നമ്മളോട് റാപ്പപ്പ് ചെയ്യണം. ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടോപ്പിക്കുകൾ. എന്തെങ്കിലും സജഷനും തോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറഞ്ഞ് അറിയിക്കുക. എന്നിട്ട് എഗ്രിമെൻറ്റ് ഡിസഗ്രിമെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡു ലെറ്റ് us know. ആൻഡ് ദാറ്റ് ബീങ് സെഡ് ഓൾസോ എന്തെങ്കിലും ടോപ്പിക് സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു. ദാറ്റ് ബീങ് സെഡ് ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇവിടെ റാപ്പപ്പ് ചെയ്യുകയാണ്. സോ ടേക്ക് കെയർ. ഒഫീഷ്യലി ഞങ്ങളുടെ സൈഡിൽ നിന്ന് ബൈ. ടേക്ക് കെയർ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ടേക്ക് കെയർ ഗൈസ്. ബൈ.